ഈ ഒരു ഐറ്റത്തിന് ഐസ്ക്രീം എന്ന് വിളിക്കണോ അതോ പുഡിംഗ് എന്ന് വിളിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ. വീട്ടിൽ തേങ്ങട്ടപ്പം ഇളന്നിയും കൂടി ഇട്ടുണ്ടേനി. ഈ ഇളന്നി കണ്ടപ്പോഴാണ് ഇതുകൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കിയാലോ എന്ന് തോന്നി കേട്ടോ. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, കഴിക്കാൻ നല്ല അടിപൊളി വേനി. അപ്പം ഐസ്ക്രീമൊന്നും ഇനി നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉള്ളത്. പിന്നെ കഴിക്കാനും തന്നെ അതിനേക്കാളും ടേസ്റ്റ് ഇനി പല ഫ്ലേവറുകൾ ഇങ്ങനെ നാവിൽ മിന്നി മറിയൊക്കെ ഇനിട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പുകഴ്ത്തി പറയല്ല. അപ്പോൾ അതാ 2 ഇളന്നി എടുത്തു വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇക്കനെ കൊണ്ട് ആദ്യമേ പൊളിപ്പിച്ച് വെച്ചതാണ്. ഇതാണ് നമ്മളെ താരം. അതിലുള്ള വെള്ളം ആദ്യം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കാമ്പ് ഞാൻ പൂണ്ടെടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള കാമ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. പക്ഷെ ഇത് വലിയൊരു കട്ടിയൊന്നും ഇല്ലേനി. എന്നാലും നമ്മൾ അങ്ങനെ ഇളനീ വെള്ളം കൊണ്ടാണ് ആദ്യത്തെ പരിപാടി. അപ്പം ഞാനിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര, 2ഓ 3ഓ നിങ്ങൾക്ക് ഇങ്ങനെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതായത് മധുരത്തിനനുസരിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതായത് നല്ല മധുരമുള്ള ഇളനീ വെള്ളമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മധുരം ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇളനീക്ക് പൊതുവെ അത്ര വലിയൊരു മധുരമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി ഇതാ ഈ ചൈന ഗ്രാസ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു പാക്കറ്റ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കട്ടി ഒട്ടും കുറയണ്ട. അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ തിളച്ചിട്ടൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ക്ഷമ സമ്മതിക്കണില്ല, അതിനുള്ള ക്ഷമ ഒന്നും ഇല്ല ഇനി. അങ്ങനെ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്ത്. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് സംഭവം. എനിക്കിങ്ങനെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയും കൂടി ചെയ്യുക. സക്സസ് ആയാൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ തിളച്ച് വന്നപ്പോൾ തന്നെ അതൊക്കെ ഒരുവിധമൊക്കെ അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അലിയാത്തത് ചെറുതായിട്ട് അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അലിയാണെങ്കിൽ അലിയട്ടെ, അല്ലെങ്കിൽ നമുക്ക് അരിച്ചെടുത്ത് ഒഴിവാക്കട്ടോ. അങ്ങനെ ഇത് തിളച്ചതിൻ്റെ ശേഷം നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുകയാണ്. നിങ്ങളൊരു പരന്ന പാത്രത്തിലേക്ക്, ഇതേപോലെ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള പാത്രമൊക്കെ ആണെങ്കിൽ അത്രയും നല്ലത്. അതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ ഇളനീളത്തിൻ്റെ ക്യൂബ്സിനുള്ള പരിപാടിയായി. ഇനി അടുത്തതൊരു വെറൈറ്റി ആക്കാൻ നമുക്കൊരു കളർ ക്യൂബും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ കയ്യിൽ ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ ഒരു സ്ട്രോബെറി എസൻസോ എന്തെങ്കിലും ചെറിയ കളർ ഇട്ടിട്ടും ചെയ്താൽ മതി. പക്ഷേ ഞാനിവിടെ ജലാറ്റിൻ പൗഡർ ഉണ്ട് എൻ്റെ കയ്യിൽ. അതായത് നമ്മൾ ജെല്ലിയൊക്കെ ഉണ്ടാക്കുന്ന പൗഡർ ഉണ്ടല്ലോ, ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ തന്നെ വാങ്ങാൻ കിട്ടും. ഇത് എന്നോ ഒരു കൗതുകം തോന്നി വാങ്ങി വെച്ചത്. ഇനി ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതും ഇതിലേക്കാണ് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച്. വെള്ളം തിളപ്പിച്ചിട്ട് ഈ പൊടി ഇടേണ്ടത്. സാധനം ശരിക്കും തിളച്ചിട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ തിളയ്ക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ക്ഷമ എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പണി നോക്കി പോകണം. അതിൻ്റെ അടുത്ത് ഇതിനായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇട്ട് പോകും. അതെനിക്കുണ്ടാകുന്ന പരിപാടിയാണ്. ഈ ചായയൊക്കെ തിളപ്പിക്കുന്ന സമയത്തും ഇതേപോലെ ഒരു പരിപാടി എനിക്കുണ്ടാവലുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വെള്ളം തിളയ്ക്കാൻ ഞാൻ കുറച്ച് അങ്ങനെ പൊടിയിട്ട് പോകും. ചായക്ക് വലിയ ടേസ്റ്റൊന്നും അപ്പോൾ കിട്ടൂല എന്നറിയാം. എന്നാലും അങ്ങനെ ചെയ്തു. അങ്ങനെ ഏതായാലും അതും അരിച്ചെടുത്തിട്ട് പിന്നെ ബാക്കി വന്നിട്ട് നമ്മൾ പൂണ്ടെടുത്തുള്ള ഇളനീണ്ടല്ലോ, അതൊന്ന് മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇവിടെയും നമ്മൾക്ക് മധുരം വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളൊരു ജെല്ലാണത്. നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കത്തി കൊണ്ട് കട്ട് ചെയ്തൊന്ന് ക്യൂബ്സ് ആക്കി എടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ അടിയിൽ കൂടെ അങ്ങനെ കോരിയെടുക്കുമ്പം ഓരോ ക്യൂബ്സായിട്ട് ഇങ്ങനെ കിട്ടുട്ടോ. ഈ ക്യൂബ്സ് കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. എനിക്കിത് കണ്ടപ്പം നമ്മൾ +2 പ്രിസം കൊണ്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഇല്ലേ, ആ പ്രിസമൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത്. കഴിക്കാൻ നല്ല അടിപൊളിയേനി. ഒരു ഇളനീ വെള്ളത്തിൻ്റെ ഒരു ക്യൂബ് കഴിക്കണ പോലെ തന്നെ ഉണ്ടേനി. പക്ഷേ ആ ഒരു ഇതിൻ്റെ അത്ര തന്നെ കട്ടിയില്ലേനി കേട്ടോ ഈ ഒരു ജെല്ല്. പക്ഷെ എന്നാലും കട്ട് ചെയ്താലൊക്കെ അതേപോലെ തന്നെ ആണെങ്കിലും അത് നല്ലൊരു കട്ടി, നല്ല ഉറപ്പുള്ള ഒരു ജെല്ലേനി. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പില്ല, കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. ഇനി പണിയൊന്നുമില്ല. ഈ 2 ക്യൂബ്സും കൂടി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ ചിയാ സീഡ് സോക്ക് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചിയാ സീഡ് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ സംഭവം നല്ല പുളിയേനി. കഴിക്കാൻ ഒരു രക്ഷയില്ലേനി. കാരണം ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കേനി. അതാട്ടോ സത്യം. അപ്പോൾ ഇനി നിങ്ങളെ വീട്ടിൽ ഇളനീ കിട്ടുമ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടത്. അപ്പോൾ സംഭവം നല്ല അടിപൊളിയേനി. നിങ്ങളത് ഉണ്ടാക്കി നോക്കിട്ടോ.